വിദ്യാർത്ഥി സുഹൃത്തുക്കളെ 2026 കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി PG അഡ്മിഷന്റെ ഭാഗമായിട്ടുള്ള ട്രയൽ അലോട്ട്മെന്റ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. ട്രയൽ അലോട്ട്മെന്റ് ലഭിച്ചത് കൊണ്ട് ഫസ്റ്റ് അലോട്ട്മെന്റ് ലഭിക്കണം എന്നില്ല. ദിസ് ഈസ് എ ട്രയൽ. ആദ്യം മനസ്സിലാക്കി വെക്കേണ്ട ഒന്നാണ്. ട്രയൽ അലോട്ട്മെന്റ് പരിശോധിക്കേണ്ടത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ ഇവിടെ നമുക്ക് PG CAP 2026-27 സ്റ്റുഡൻസ് ലോഗിൻ ഇത് ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്ത് നമ്മുടെ CAP ID-യും സെക്യൂരിറ്റി കീയും കൊടുത്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രയൽ അലോട്ട്മെന്റ് പരിശോധിക്കാൻ സാധിക്കുന്നതാണ്. ട്രയൽ അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞത് കൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽഡ് യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് വളരെ കൃത്യമായിട്ട് നോക്കാവുന്നതാണ്. ഇതിൽ പറയുന്നത് 2026-27 അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷന്റെ ഭാഗമായിട്ടുള്ള ട്രയൽ അലോട്ട്മെന്റ് ആണ് പബ്ലിഷ് ചെയ്തത്. ഈ ട്രയൽ അലോട്ട്മെന്റ് നമുക്ക് ഈ വരുന്ന 14-ാം തീയതി വൈകുന്നേരം 4 മണി വരെ നമുക്ക് പരിശോധിക്കാവുന്നതാണ്. 14-ാം തീയതി വൈകുന്നേരം 4 മണി കഴിഞ്ഞാൽ പിന്നീട് നമുക്കത് പരിശോധിക്കാനുള്ള അവസരം ഉണ്ടായിരിക്കില്ല എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, 14-ാം തീയതി വൈകുന്നേരം 4 മണി വരെ നിങ്ങൾക്ക് പരിശോധിക്കാം. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഒരു തവണ എഡിറ്റിംഗ് ചെയ്യാൻ സാധിക്കും. അപേക്ഷയിൽ വിദ്യാർത്ഥികൾക്ക് എല്ലാവിധ തിരുത്തലുകളും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ, ഇമെയിൽ ID ഒഴികെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എഡിറ്റിംഗ് വരുത്താം. പുതിയ കോളേജുകൾ ആഡ് ചെയ്യാം, നിലവിലുള്ള കോളേജുകൾ ഡിലീറ്റ് ചെയ്യാം, പുതുതായിട്ട് ഓപ്ഷനുകൾ ആഡ് ചെയ്യാം, കൊടുത്ത ഓപ്ഷനുകൾ റീഅറേഞ്ച് ചെയ്യാം. ഇതിനൊക്കെയുള്ള അവസരമുണ്ട്. ഇതൊക്കെ 14-ാം തീയതി വൈകുന്നേരം 4 മണി വരെ ആയിരിക്കും. ഇതിനായി നിങ്ങളുടെ വിദ്യാർത്ഥി ലോഗിൻ വിവരങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ചെയ്യേണ്ടത്. അതിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എഡിറ്റ് അൺലോക്ക് എന്ന ബട്ടൺ കാണാം. അതിൽ കയറുക, തിരുത്തലുകൾ എന്തൊക്കെയാണോ വരുത്തേണ്ടത് അത് തിരുത്തി കഴിഞ്ഞാൽ അത് ഫൈനൽ സബ്മിറ്റ് ചെയ്ത് എന്ന് ഉറപ്പ് വരുത്തണം. ഫൈനൽ സബ്മിറ്റ് ചെയ്തിട്ട് അത് പ്രിന്റ് ഔട്ട് എടുക്കുന്ന രീതി, പ്രിന്റ് ഔട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ പ്രിന്റ് ഔട്ട് എടുക്കണ്ട, അതിന്റെ PDF ഡൗൺലോഡ് എടുത്ത് വെച്ചാൽ മതി. മൊബൈൽ ഫോണിൽ ചെയ്യുമ്പോൾ നമുക്ക് പ്രിന്റ് ഔട്ട് എടുക്കാൻ ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ പിന്നീട് PDF കിട്ടിയാൽ നമുക്ക് പിന്നീട് എന്ത് ചെയ്യാം, പ്രിന്റ് എടുക്കുക. അപ്പൊ അത് എഡിറ്റ് ചെയ്ത് ഫൈനൽ ആയിട്ടുള്ള അതിന്റെ PDF നമ്മളെ ഫോം എടുത്ത് സൂക്ഷിച്ച് വെക്കണം. ഇവിടെ പറയുന്നത് അപേക്ഷ പൂർത്തീകരിച്ച് പ്രിന്റ് ഔട്ട് എടുത്തില്ലെങ്കിൽ അലോട്ട്മെന്റ് പ്രക്രിയയിൽ നിന്ന് പുറത്താക്കപ്പെടുന്നതായിരിക്കും എന്ന് പറയുന്നുണ്ട്. അതിന്റെ അർത്ഥം നിങ്ങൾ പ്രിന്റ് ഔട്ട് തന്നെ എടുത്ത് സൂക്ഷിക്കണം എന്നില്ല, അതിന്റെ PDF ഡൗൺലോഡ് ചെയ്താൽ മതി. എന്നിട്ട് നമുക്ക് പിന്നീട് പ്രിന്റ് എടുക്കാൻ സാധിക്കും. പ്രസ്തുത പൂർത്തീകരണ അവസരം റെഗുലർ അലോട്ട്മെന്റിന് ശേഷം മാത്രമേ പിന്നീട് ഇനി ഇതിലുള്ള ഇങ്ങനെ എന്തെങ്കിലും കാരണം കൊണ്ട് നിങ്ങൾ ചെയ്ത് ഫൈനൽ ആയിട്ടില്ല എന്ന് കരുതുക. അങ്ങനെ ഫൈനൽ ആയിട്ടില്ലെങ്കിൽ അലോട്ട്മെന്റ് പ്രക്രിയയിൽ നിന്ന് പുറത്താകും എന്നുള്ളത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ എന്തെങ്കിലും തെറ്റായിട്ടുള്ള വിവരങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിലും നമ്മൾ അഡ്മിഷൻ കിട്ടിയാൽ, അലോട്ട്മെന്റ് കിട്ടിയാലും, നമ്മൾ അടുത്ത അലോട്ട്മെന്റ് കിട്ടിയാൽ അതിന് പുറത്തു പോകും. നമ്മൾ കൊടുത്ത രജിസ്ട്രേഷൻ സമയത്ത് കൊടുത്ത വിവരങ്ങൾ കറക്റ്റ് ആണെന്ന് നോക്കുക. മാർക്ക്, ഗ്രേഡ് വിവരങ്ങൾ കൃത്യമാണ് നോക്കുക. NSS, NCC, ആർട്സ്, സ്കൗട്ട്, ഗൈഡ്സ് ഈ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പല കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ കൃത്യമാണോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. കേരളത്തിന്റെ പുറത്തുനിന്ന് സ്ഥാപനങ്ങളിൽ നിന്നാണ് ബിരുദം നേടിയതെങ്കിൽ സർവകലാശാല താഴെ പറഞ്ഞ രേഖകൾ പ്രവേശന സമയത്ത് ഹാജരാക്കണം. ആ സർവകലാശാല വിദ്യാർത്ഥിയായിരുന്നു എന്നും തെളിയിക്കുന്ന സാക്ഷ്യപത്രം വേണം. എന്ന് പറയുമ്പോൾ ബോണഫൈഡ് സർട്ടിഫിക്കറ്റ്, അവരുടെ മാർക്ക്, ഗ്രേഡ് കാർഡ്, മാർക്ക് ശതമാനം വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിൽ മാർക്ക് എങ്ങനെയാണ് ശതമാനത്തിൽ, ചില ഗ്രേഡ് കാർഡിലൊക്കെ മാർക്ക് ശതമാനം എങ്ങനെയാണെന്ന് കാണിക്കുന്ന വിവരം ചിലപ്പോൾ ഇതിലുണ്ടായിരിക്കില്ല. അതിനുള്ള ഒരു ഇതുണ്ടായിരിക്കും. ഞാൻ PG പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ്. എൻ്റെ മാർക്ക് ലിസ്റ്റിൽ അങ്ങനെ ഇല്ല. അതിന് വേറൊരു അതിനുള്ള ഒരു സർക്കുലർ യൂണിവേഴ്സിറ്റി ഉണ്ട്. അത് ഉപയോഗിച്ചിട്ടാണ് ഞാൻ പിന്നീട് എൻ്റെ PhD അഡ്മിഷനൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത്. അത് ഉപയോഗിക്കാന്നാണ് പറഞ്ഞത്. അപ്പോൾ ട്രയൽ അലോട്ട്മെന്റ് വന്നിട്ടുണ്ട്, പരിശോധിക്കുക. ട്രയൽ അലോട്ട്മെന്റ് കിട്ടിയത് കൊണ്ട് നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടണമെന്നില്ല. അതുകൊണ്ട് കൃത്യമായിട്ട് പരിശോധിച്ച് നിങ്ങൾക്ക് വേണ്ട കോളേജുകൾ പുതുതായിട്ട് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യുക, നിലവിലുള്ള ഓപ്ഷനുകൾ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും നൽകുന്നതാണ്. ഓക്കെ, താങ്ക് യു.